ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യുഡിഎഫിനെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ച് എസ്ഡിപിഐ. ദേശീയതലത്തിൽ മതനിരപേക്ഷ ചേരിയെ പിന്തുണയ്ക്കുമെന്നും കേരളത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്നും എസ്ഡിപിഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി പറഞ്ഞു. എസ്ഡിപിഐയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ദേശീയതലത്തിൽ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് നയം രാജ്യത്തെ ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഒരുപാട് കുറവുകൾ സാമ്പ്രദായിക പ്രസ്ഥാനങ്ങൾക്കുണ്ടെന്ന് ബോധ്യമുള്ളപ്പോഴും നിലവിലെ സാഹചര്യത്തിൽ സാധ്യമാകുന്ന സംസ്ഥാനങ്ങളിൽ ദേശീയതലത്തിൽ മതനിരപേക്ഷ ചേരിയെ പിന്തുണയ്ക്കുക എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ലഭ്യമായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഈ ഒരു ദേശീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നമുക്കറിയാം മതനിരപേക്ഷ പക്ഷത്തെ രണ്ട് മുന്നണികളാണുള്ളത്. കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിൻ്റെ UDF സംവിധാനത്തെ ഈ തെരഞ്ഞെടുപ്പിൽ സപ്പോർട്ട് ചെയ്യാനാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചിട്ടുള്ളത്. ഈ പ്രാവശ്യം സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല. കേരളത്തിൽ ദേശീയതലത്തിൽ പാർട്ടി 18 സ്ഥലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. കേരളത്തിൽ ഈ പ്രാവശ്യം മത്സരിക്കുന്നില്ല. അങ്ങനെ പ്രചരണവും പങ്കാളിത്തമൊന്നും പാർട്ടി ഉദ്ദേശിച്ചിട്ടില്ല. പാർട്ടി ചർച്ച ചെയ്തെടുത്ത ഒരു രാഷ്ട്രീയ നിലപാടാണ്. ധാരണയൊന്നും അവരുമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. നമ്മളിതൊന്ന് ഇങ്ങനെ നിലപാട് പറയുന്നു. ഇനി അവരാണ് ഇത്തരം കാര്യത്തോട് സമീപനം സ്വീകരിക്കേണ്ടത്. നമ്മൾ അവരെ പിന്തുണയ്ക്കാൻ ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ നിലപാടാണ്, എസ്ഡിപിയുടെ രാഷ്ട്രീയ നിലപാടാണ്. ജനാധിപത്യ സമൂഹത്തിൽ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പൗരബോധമുള്ള ഒരു രാഷ്ട്രീയ നിലപാടുള്ളവരാണ്. അതാണ് നമ്മൾ വോട്ട് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു, അഥവാ അതോടൊപ്പം ജനങ്ങളോട് വോട്ട് ചെയ്യാൻ പറയാനും തീരുമാനിച്ചു. അതിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ ഇനി വോട്ട് വേണ്ട ഞങ്ങൾക്ക് എന്ന് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പറയും, അവർക്കത് ബുദ്ധിമുട്ടാവുക. എങ്ങനെ മനസ്സിലായില്ല? നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരല്ലേ വോട്ട് ചെയ്യുക, രാജ്യത്തിൻ്റെ ഭരണങ്ങളിൽ വിശ്വസിക്കുന്നവരല്ലേ വോട്ട് ചെയ്യുക. പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമാകല്ല വോട്ട്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പൗരബോധമുള്ള ഒരു രാഷ്ട്രീയ നിലപാടുള്ളവരാണ്. അതാണ് നമ്മൾ വോട്ട് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു, അഥവാ അതോടൊപ്പം ജനങ്ങളോട് വോട്ട് ചെയ്യാൻ പറയാനും തീരുമാനിച്ചു. അതിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ ഇനി വോട്ട് വേണ്ട ഞങ്ങൾക്ക് എന്ന് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പറയും, അവർക്കത് ബുദ്ധിമുട്ടാവുക. എങ്ങനെ മനസ്സിലായില്ല? നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരല്ലേ വോട്ട് ചെയ്യുക, രാജ്യത്തിൻ്റെ ഭരണങ്ങളിൽ വിശ്വസിക്കുന്നവരല്ലേ വോട്ട് ചെയ്യുക. പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമാകല്ല വോട്ട്. ദേശീയതലത്തിൽ പാർട്ടി 18 സ്ഥലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്രാവശ്യം മത്സരിക്കുന്നില്ല. പ്രചാരണവും പങ്കാളിത്തവും ഒന്നും എസ്ഡിപിഐ ലക്ഷ്യമിടുന്നില്ല എന്നും എസ്ഡിപിഐ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. അതേസമയം എസ്ഡിപിഐയുമായി തിരഞ്ഞെടുപ്പ് ചർച്ച നടത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പല പാർട്ടികളും കൂട്ടായ്മകളും UDFന് പിന്തുണ നൽകുന്നുണ്ടെന്നും കാസർഗോട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണയ്ക്കുമെന്ന് നേരത്തെ തന്നെ എസ്ഡിപിഐ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം രാജ്യത്ത് 60 സീറ്റുകളിലാണ് എസ്ഡിപിഐ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്.